വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിധി വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയിലെ. നോട്ട് നിരോധനം ശരിവെച്ചു എന്ന വിധിയാണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ വിധിയാണിത്. ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി 4:1 വിയോജിച്ച് ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്ന വിധി എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. 2016 നവംബർ 8 ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് അഥവാ നോട്ട് നിരോധനത്തിൻ്റെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത് നവംബർ 8, 2016. അപ്പോൾ അതിൻ്റെ ആ എക്സസൈസ്, ആ തീരുമാനം ശരിയാണോ തെറ്റാണോ, ലീഗലി വാലിഡ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ എന്ന അനാലിസിസ് ആയിരുന്നു ഈ പറഞ്ഞ ഭരണഘടനാ ബെഞ്ച് നടത്തിയിരുന്നത്. അതിലാണ് ഭൂരിപക്ഷ വിധി വന്നിരിക്കുന്നത്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. ഇതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ മെജോറിറ്റി വേർഡിക്റ്റും മൈനോറിറ്റി വേർഡിക്റ്റും ആദ്യം നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് മെജോറിറ്റി വേർഡിക്റ്റ് ഓഫ് ജസ്റ്റിസ് എസ് എ നാസർ, ബിയർ ഗവായി, അങ്ങനെ 4 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെജോറിറ്റി വേർഡിക്റ്റ് സൈസ് ഡെമോണിറ്റൈസേഷൻ ആഡ് എ റീസണബിൾ നെക്സസ് വിത്ത് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അതായത് ലക്ഷ്യങ്ങളുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടായിരുന്നു ഡിമോണിറ്റൈസ് എക്സസൈസിന്. അപ്പോൾ ഈ പറഞ്ഞ നോട്ട് നിരോധനം എന്ന് പറയുന്നത് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഈ വിധിയുടെ അനാലിസിസ് നമുക്ക് നോക്കാം. അതിൽ തലക്കെട്ട് പറഞ്ഞിരിക്കുന്നത് നോട്ട് റെലവൻറ്റ് വെദർ ഒബ്ജക്റ്റീവ്സ് അച്ചീവ്ഡ് ഓർ നോട്ട്. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല എന്നാണ് പറയുന്നത് ഡിമോണിറ്റൈസേഷൻ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട്. മെജോറിറ്റി വേർഡിക്റ്റ് പറഞ്ഞിരിക്കുന്നത് സെയ്സ് ഡിമോണിറ്റൈസേഷൻ ഹാഡ് എ റീസണബിൾ നെക്സസ് വിത്ത് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യങ്ങളുമായിട്ട് ഒരു കോറിലേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. സച്ച് എസ് ഇറാഡിക്കേറ്റിംഗ് ബ്ലാക്ക് മണി ആൻഡ് ടെറർ ഫണ്ടിങ്. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്ലാക്ക് മണി ഒഴിവാക്കാനും അതുപോലെ തന്നെ ടെറർ ഫണ്ടിങ് നിർത്തലാക്കാനൊക്കെയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് വെദർ ദോസ് ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ഓർ നോട്ട്. അപ്പോൾ ഇതിൽ റെലവൻസ് ഇല്ല. കാര്യമായിട്ട് നമ്മൾ അത് ലക്ഷ്യങ്ങളിൽ എത്തിയോ ഇല്ലയോ, അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് റെലവൻ്റ് അല്ല എന്ന് പറയുന്നു. സെയ്സ് ഗവൺമെൻറ് വാസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ഫോർ 6 months ആൻഡ് ഇറ്റ് എംപവർഡ് ദ ടു ടേക്ക് സച്ച് എ ഡിസിഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഒരു എറർ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് RBIൻ്റെ സെൻട്രൽ ബോർഡിനെ കൺസൾട്ട് ചെയ്യാതെയാണ് ഇങ്ങനൊരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുന്നു. അതായത് RBI ആയിട്ട് കൺസൾട്ട് ചെയ്ത് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എക്സസൈസ്, അങ്ങനെ ഒരു ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് നടത്തിയതെന്ന് പറയുന്നു. ഇതിൽ മൈനോറിറ്റി വെർഡിക്റ്റ് ജസ്റ്റിസ് ബൈ നാഗരത്ന എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ അതിൽ ഭിന്നമായിട്ടുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഡിമോണിറ്റൈസേഷൻ മൂവ് എക്സസൈസ് ഓഫ് പവർ ബൈ യൂണിയൻ ഗവൺമെൻറ് കോൺട്രറി ടു ലോ ആൻഡ് വിറ്റിയേറ്റഡ് അണ്ടർ ദ RBI ആക്ട്. RBI ആക്ടിൽ പറഞ്ഞതുപോലെ അല്ലാതെ അത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടെടുത്തൊരു തീരുമാനം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് ഒരു എക്സസൈസ് ഓഫ് പവറാണ്, പവർ ഉപയോഗിച്ച് ചെയ്തൊരു കാര്യമാണ്. അതായത് ഒരു മിസ്യൂസ് ഓഫ് പവർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. ക്യാരിഡ് ഔട്ട് ഇൻ 24 hours, സോ സെൻട്രൽ ബാങ്ക് ഹാഡ് നോ ടൈം ടു കൺസിഡർ ഇറ്റ്. 24 മണിക്കൂറിനുള്ളിൽ ചെയ്തൊരു കാര്യമായതുകൊണ്ട്, വളരെ പെട്ടെന്ന് ചെയ്ത കാര്യമായതുകൊണ്ട് സെൻട്രൽ ബാങ്കിന് ഇടപെടാൻ പറ്റുമോ എന്നുള്ളത് പോലും വ്യക്തമല്ല. പാർലമെൻറ്റ് വിച്ച് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് അവർ ഡെമോക്രസി കനോട്ട് ബി ലെഫ്റ്റ് അലൂഫ് ഇൻ എ മാറ്റർ ഓഫ് സച്ച് ഇമ്പോർട്ടൻസ്. ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർലമെൻറ്റ് ഇത്രയധികം വലിയൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇതിന് ഒരു നിയമം വഴിയോ മറ്റ് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വഴിയോ ചെയ്യുന്നതിന് പകരം നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനം എടുത്തത് ശരിയായില്ല എന്ന് പറയുന്നു. അറൌണ്ട് 98% ഓഫ് ദ വാല്യൂ ഓഫ് ബാൻഡ് കറൻസി റിപ്പോർട്ടഡ് ടു ഹാവ് ബീൻ എക്സ്ചേഞ്ച്ഡ്, സോ മെഷർ മേ നോട്ട് ഹാവ് ബീൻ ആസ് എഫക്റ്റീവ് ആസ് ഇറ്റ് വാസ് ഹോപ്പ് ടു ബി. ഇത്രയധികം എക്സസൈസ് ചെയ്തിട്ടും, ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു എക്സസൈസ് ചെയ്തിട്ടും പ്രതീക്ഷിച്ച ഔട്ട്കം വന്നില്ല എന്നതും ഇതിൻ്റെ കാരണമായിട്ട്, ഈ വിധിയുടെ കാരണമായിട്ട് പറയുന്നു. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ എക്സസൈസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ സഹായിച്ചു. ഒരുപാട് പേര് ബാങ്കിങ് സെക്ടറിലേക്ക് തിരിച്ചു വന്നു. അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ ആൾക്കാർ ബാങ്കിങ് സെക്ടറിലേക്ക് വന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മൾട്ടിഫോൾഡായിട്ട് വർദ്ധിച്ചു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ്. ഈ ഉദ്ദേശിച്ച ടെറർ ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മണി ഇറാഡിക്കേറ്റ് ചെയ്യാനോ അത്ര കാര്യമായി സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള ഉത്തരമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ആ സമയത്ത് ആൾക്കാരുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ആൾക്കാർക്കുണ്ടായ പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതത്തിലുണ്ടായ പേഴ്സണൽ ബുദ്ധിമുട്ടും അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഇങ്ങനൊരു വലിയ എക്സസൈസിന്. അപ്പോൾ ഇതാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 2016 നവംബർ 8 ഈ പറഞ്ഞ എക്സസൈസ് ബിഗിൻ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിധിയാണ് വന്നിരിക്കുന്നത്.